ഹലോ, എല്ലാവർക്കും നമസ്കാരം. SSLCയുടെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്നതായിട്ടൊരു സമയമാണിപ്പോൾ. അപ്പോൾ വിജയിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഒപ്പം തന്നെ കുറേ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ, അതായത് ഈ റിസൾട്ട് വന്നിരിക്കുന്ന ഈ 2-3 ദിവസം കൊണ്ട് അവരെ കുറ്റപ്പെടുത്താതെ, അവരുടെ ചുറ്റുമിരുന്ന് കിരികിരാന്ന് വർത്താനം പറയാതെ അവരെ ഒരു 3-4 ദിവസം ഒന്ന് വെറുതെ വിടും. കാരണം നമുക്കറിയാം, നമ്മളവരെ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാണ്ട് നമ്മളവരെ സ്കൂളിൽ വിട്ടിട്ടുണ്ടാവാം. അവർ ചോദിച്ച സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം. സംഭവങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഈ പേരൻസ് എന്ന നിലയിൽ നമ്മളുടെ മനസ്സുകളിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾക്കും അപ്പുറത്തായിട്ട് ചിലപ്പം അവർ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അവർ മാനസികമായിട്ട് ചിലപ്പം നല്ലപോലെ തകർന്നിരിക്കുമായിരിക്കും. അവരത് പുറത്ത് കാണിച്ചില്ലെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ, അല്ലെങ്കിൽ അവരെങ്ങനെ ഫേസ് ചെയ്യും, ഇനിയൊരു എന്താ പറയുക ഫ്യൂച്ചറിൽ ഞാൻ എന്തായി പോകുന്നൊക്കെ ചിലപ്പോൾ അവരും ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവരെ മാനസികമായിട്ട് വീണ്ടും പോയിട്ട് കുത്തി വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക ചെയ്യരുത്. കാരണം ബേസിക്കലി അവർക്ക് എത്ര വയസ്സുണ്ടാവും? 13, 14, 15, 16 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. SSLC ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഇവർക്ക് അത്രയും വയസ്സുള്ളൂ. അവരുടെ മുമ്പിൽ ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഈ പ്ലസ് ടു കൊണ്ടോ 10 കൊണ്ടോ ഒന്നും ലോകം അവസാനിച്ച് പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ പേരൻസ് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ കടന്നു വന്നവരാണ്. അപ്പം നമ്മളും പ്ലസ് ടു കഴിഞ്ഞവരാണ്, 10ാം ക്ലാസ് കഴിഞ്ഞവരാണ്. നമ്മളൊക്കെ ഏതവസ്ഥയിലാണ് പരീക്ഷയൊക്കെ എഴുതിയിരുന്നത്? അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. ഞാനത് പറയാൻ കാരണം, എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ചേച്ചിയുടെ മകള് പ്ലസ് ടു ഫെയിലായി. അപ്പം എന്നോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ചേച്ചി, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അവളെ പഠിപ്പിച്ചത്, ഇതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ചേച്ചിയോട് പറഞ്ഞത് അവൾക്ക് ഒരാഴ്ച സമയം കൊടുക്കൂ. കാരണം നിങ്ങളിങ്ങനെ ചുറ്റും ഇരുന്ന് അവളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, നമുക്കറിയില്ല അവർ ഏത് രീതിയിലാണ് അതിനടുത്ത നിമിഷം ചിന്തിക്കാൻ പോകുന്നതെന്ന്. ആണായാലും പെണ്ണായാലും മക്കൾ നമുക്ക് അപ്പോഴും മക്കൾ തന്നെയാണല്ലോ. അപ്പോൾ അവർ അവിടെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവർ ഫ്യൂച്ചറിൽ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ ശരിയാണ്, സമ്മതിക്കുന്നത്. പക്ഷേ ഈ ഒരാഴ്ച നിങ്ങൾ അവരെ ഒന്ന് വെറുതെ വിടും. അവർക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കൂ. എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയെന്ന് അവരൊന്ന് അനലൈസ് ചെയ്യട്ടെ, ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ അവർക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന്. പിന്നെ നിങ്ങൾ അവരോട് ഇരുന്ന് സംസാരിക്കൂ. ഞാനിത് പറയാൻ കാരണം, ഞാനിന്ന് ഇപ്പോൾ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത് UK ഇരുന്നാണ്. ഇന്ന് ഒരു പക്ഷേ ഞാൻ ഈ UK അല്ലെങ്കിൽ ഒരു UK വന്നിട്ട് ഒരു ജോലി ചെയ്ത്, അല്ലെങ്കിൽ ഞാനിവിടെ സെറ്റിൽ ആവുകയൊന്നും ചെയ്യുമായിരുന്നില്ല. എങ്ങനെയായിരുന്നെങ്കിലും അറിയാമോ? ഞാനും 10ാം ക്ലാസ് പഠിച്ചിട്ട്, ഞാൻ ക്ലാസ്സിൽ അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ നല്ലപോലെ പഠിക്കുന്ന 4-5 ആൾക്കാരിൽ ഒരാൾ ഞാനുമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് കണക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ അതേസമയം ഞാൻ ഹിന്ദിക്കും ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ എനിക്ക് 50, 47, 48, 45 മേലോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ സമയം കണക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് 22, 20 അങ്ങനെയൊക്കെയാണ്. വളരെ കഷ്ടപ്പാടാണ് എനിക്ക്. കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെൻ്റെ അച്ഛനെ നല്ലപോലെ അറിയാമായിരുന്നു. അങ്ങനെ പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, ഡിസ്റ്റിങ്ഷൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ ഞാൻ 10th മെയിൻ എക്സാം എഴുതുന്നു. എക്സാം കണക്ക് ഫസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കരഞ്ഞു. അച്ഛന് മനസ്സിലായില്ല ഞാൻ എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ ഹഗ് ചെയ്തു, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛൻ്റെ തോളത്തിങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഞാൻ കരച്ചിൽ നിർത്തുന്നത് വരെ അച്ഛൻ എന്നെ അങ്ങനെ തന്നെ എൻ്റെ തോളത്തിങ്ങനെ മെല്ലെ ഇങ്ങനെ എന്താ പറയുന്നത് തഴുകിക്കൊണ്ടിരുന്നു. അവസാനം എന്നോട് ചോദിച്ചാൽ എന്താണ് സംഭവം? അച്ഛാ, എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കണക്ക്, ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. കാരണം അന്ന് ഞങ്ങൾ വളരെയധികം, അച്ഛൻ എന്നെ അത്രയും കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് വീട്ടിൽ. പക്ഷെ ആ ബുദ്ധിമുട്ടിനിടയിലും അതൊന്നും അറിയിക്കാണ് അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നത്. അച്ഛന് ഭയങ്കര സങ്കടമായി എന്നെനിക്ക് മനസ്സിലാവും. ഇപ്പോൾ അച്ഛനോട് പറഞ്ഞു, അതിനെന്താ പോട്ടെ, നമുക്ക് സേ എക്സാം ഉണ്ടല്ലോ, നമുക്ക് സേ എഴുതാമെന്ന്. പക്ഷെ അച്ഛനത് പറഞ്ഞെങ്കിലും അച്ഛന് മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് സേ ഉണ്ടല്ലോ, നീ ഇതിനെ വിഷമിക്കുന്നേ, നീ തോക്കുവാണെങ്കിൽ നീ കണക്കിനല്ലേ തോക്കുള്ളൂ, നമുക്ക് സേ എക്സാം എഴുതി നമുക്ക് ജയിക്കാം, അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന്. പക്ഷെ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക്, അത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എനിക്കൊരു ആശ്വാസമാണ് കിട്ടിയത്. കാരണം പിന്നെ മുമ്പോട്ട് എക്സാം കിടക്കുവാണ്, കണക്ക് ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് എക്സാം ബയോളജി ഇതെന്ന് പറഞ്ഞ് അങ്ങോട്ട് കിടക്കുവാണ്. അച്ഛൻ ഒരു പക്ഷേ അറിയാമായിരുന്നിരിക്കാം, അന്ന് ആ കരഞ്ഞ വൈകുന്നേരം എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അടുത്തുള്ള എക്സാമുകൾക്കൊന്നും ഞാൻ വൃത്തിക്ക് പഠിക്കില്ല. കാരണം അച്ഛനെ വഴക്ക് പറഞ്ഞു, എൻ്റെ ഫുൾ കോൺഫിഡൻസ് പോയി, എനിക്ക് ഭയങ്കര സങ്കടമായി, കണക്ക് പോയി, എന്നാൽ പിന്നെ ഇനി ബാക്കി ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരും. അപ്പോഴും അച്ഛനോട് പറഞ്ഞത്, പോകുവാണെങ്കിലും നീ കണക്കിനെ തോക്കുള്ളൂ, ബാക്കി സബ്ജക്റ്റിനെല്ലാം നിനക്ക് നല്ല മാർക്ക് ഉണ്ടാവും, നമുക്ക് സേ എഴുതി എടുക്കാം. അപ്പോൾ അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പോകുവാണെങ്കിൽ അത് പോയിക്കോട്ടെ, പക്ഷേ ബാക്കി എക്സാമിന് ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കും എന്നുള്ളത്. അപ്പോൾ ബാക്കി എക്സാംസ് ഒക്കെ ഞാൻ നല്ലപോലെ അപ്പിയർ ചെയ്തു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത് 10th. അപ്പോൾ അന്ന് ആ ഒരു സെക്കൻഡിൽ എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, നാളെ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു വാക്കാണ് ഇതാ ഇന്ന് ഞാൻ ഈ UK നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകത്താർക്കും അവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ വലിയ പഠിപ്പിസ്റ്റുകളാണെങ്കിൽ, അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ, നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സും ഡിസ്റ്റിങ്ഷൻ ഹോൾഡേഴ്സും ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 50% അവകാശമുണ്ട് നിങ്ങളുടെ മക്കളെ ചോദ്യം ചെയ്യാൻ, നീ എന്തുകൊണ്ട് തോറ്റുപോയെന്ന്. അതേസമയം നിങ്ങൾ ഭയങ്കര പഠിപ്പിച്ചിട്ടുള്ളൊന്നും ആയിരുന്നില്ല, ആവറേജ് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്, ചിലപ്പോൾ 10 പ്ലസ് 2 ഒക്കെ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് 10% പോലും അവകാശമില്ല നിങ്ങളുടെ മക്കളെ ചോദ്യം ചെയ്യാൻ. പിന്നെ അവരുടെ ഫ്യൂച്ചർ സെറ്റിൽഡ് ആക്കണം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അവർ നാളെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി അവരെ നിങ്ങൾ വഴക്ക് പറയുന്നത്, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം,
അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കൂ, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയൂ. പക്ഷേ ഒരു കാര്യം കൂടി അവരോട് പറയുക, നിന്റെ ഭാവി നിന്റെ കൈകളിൽ തന്നെയാണ് കുഞ്ഞെ എന്ന് കൂടി പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മക്കള് നിങ്ങളാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ്. അവർ അയലോക്കത്തെ ആൾക്കാരെ കണ്ടല്ല പഠിക്കുന്നത്, സമൂഹത്തെ നോക്കിയല്ല പഠിക്കുന്നത്. അവർ പാഠങ്ങൾ പഠിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരെ, മക്കള് ഫെയിലായ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരാഴ്ച ഒന്ന് കണ്ണടയ്ക്കൂ, അവരോട് ഒന്നും മിണ്ടാതിരിക്കുക. അവരൊന്ന് ആലോചിച്ച് അവരൊരു ഒരു 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 ചിന്തകളിൽ, അവരുടെ ചിന്തകളിൽ നിന്ന് അവർക്കത് മനസ്സിലാവട്ടെ. അവരോട് പറയൂ, നിന്റെ ഭാവി ഭദ്രമാക്കേണ്ടത് നീ തന്നെയാണ്. നിന്റെ കൂട്ടുകാര് ഇപ്പോൾ കാണുന്നവരൊന്നും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിന്ന് വരികയില്ല. ഇപ്പൊ നിങ്ങൾ ഈ കളിച്ച് ഭയങ്കരമായിട്ട് അർമാദിച്ചൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു 2 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ നിന്റെ അടുത്തും വലത്തും നിൽക്കുന്ന സുരേഷും അജേഷും ഒക്കെ പല പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. അവരൊന്നും ഇപ്പം കാണുന്നവരൊന്നും നിന്റെ കൂടെ നാളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ കളിക്കാനും ചിരിക്കാനും ഒന്നും ഉണ്ടാവില്ല. ബൈക്കിൽ കറങ്ങാനും അവരെല്ലാം അവരവരുടേതായ ജീവിതങ്ങൾ തിരക്കി പോകും. അവരെല്ലാം അവരവരുടേതായ ജീവിതങ്ങളിൽ സെറ്റിൽഡ് ആവും. അപ്പോൾ നീ ഒരിക്കലും 0 ആയി പോകാനായി പാടില്ല. നിന്റെ ഭാവിയും കൂടി നീ നോക്കിയതിനു ശേഷം മാത്രമേ നീ മുമ്പോട്ട് പോകാവുള്ളൂ. നീ എടുക്കുന്ന തീരുമാനങ്ങൾ നിനക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി മാത്രമായിരിക്കണമെന്ന് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അച്ഛനും അമ്മയും വെട്ടുന്ന വഴി കൂടി തന്നെയാണ് മക്കൾ മുമ്പോട്ട് പോകുക. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ചിന്താഗതികളും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ്. അവർ നിങ്ങളെ വിലവയ്ക്കുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരി നിങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് ഉപദേശിക്കൂ. നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ഒന്ന് അടുത്തിരുത്തി ഒന്ന് ചേർത്ത് പിടിച്ച് അവരോട് സംസാരിക്കൂ. അവരെത്രയായാലും നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അവരെ ഒന്ന് മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നേക്കുമായി കൈവിട്ടു പോകാതിരിക്കാൻ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചേക്കും. കൂടെ ഉണ്ട് എന്ന് പറയൂ. അവർ മനസ്സിലാക്കട്ടെ, ചുറ്റുമുള്ള ഫ്രണ്ട്സിനെക്കാട്ടിലും അല്ലെങ്കിൽ അവരെ ഇത്രയും നാളും ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഘടകങ്ങളിലൊക്കെയും വലുതാണ് എൻ്റെ പേരൻസ് എന്നാണ് അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. അവരൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുകയില്ല.